എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് 2025 ഡിസംബർ 22 മുതലാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത്. അന്ന് തന്നെ അപേക്ഷിച്ചിട്ടുള്ള പല ആളുകൾക്കും ആദ്യ ഗഡു കഴിഞ്ഞ ഫെബ്രുവരി 11 വിതരണം ചെയ്തപ്പോൾ ലഭിച്ചില്ല. അതിനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങളും അതിനുള്ള മാർഗങ്ങളുമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത വിതരണവും വരാനിരിക്കുകയാണ്. അപ്പോഴും പല ആളുകൾക്കും മുടങ്ങും. അതുകൊണ്ട് അപേക്ഷ നൽകാനിരിക്കുന്ന ആളുകൾ, അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്തെ 35 മുതൽ 60 വയസ്സുവരെയുള്ള AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ആ വ്യക്തിക്ക് ലഭിക്കാത്ത സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇങ്ങനെ അപേക്ഷിച്ചിട്ടുള്ള 15 ലക്ഷം അപേക്ഷകളിൽ നിന്നും 10 ലക്ഷത്തോളം ആളുകൾക്ക് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വിതരണം ചെയ്തു. ഇതിന്റെ അടുത്ത ഘട്ടമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ഗഡു മാർച്ച് 10 ശേഷം വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. എന്നാൽ കഴിഞ്ഞ തവണ വിതരണം ചെയ്ത 10 ലക്ഷത്തിലേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആളുകൾക്ക് ലഭിക്കും. സംസ്ഥാനത്തെ 32 ലക്ഷത്തോളം സ്ത്രീകൾക്കാണ് ഇതിന് അർഹതയുള്ളത്. ഇതിൽ 15 ലക്ഷത്തോളം ആളുകളായിരുന്നു ആദ്യ മാസത്തിൽ അപേക്ഷിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും അപേക്ഷകൾ തുടരുകയാണ്. നിരവധി പേർക്ക് വീണ്ടും അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാസം അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് അടുത്ത മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്ന് ഉറപ്പില്ല. അതേസമയം നേരത്തെ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് റിജക്റ്റ് ആയതിന്റെ റീസൺ നോക്കി എഡിറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് തുക ലഭിക്കുന്നതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ രേഖകളിൽ വ്യത്യസ്ത അഡ്രസ്സോ അതുപോലെ തന്നെ പേര് വിവരങ്ങളോ ഉള്ളത് കൊണ്ടാണ് റിജക്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആധാറിൽ മാത്രമാണ് മാറ്റം എങ്കിൽ ആധാർ കാർഡിലെ അഡ്രസ്സ് തിരുത്താവുന്നതാണ്. പല ആളുകളും സ്ഥലം മാറിയിട്ടും ആധാർ കാർഡ് തിരുത്താത്തവരുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും താമസം, സ്വന്തം വീട്ടിലെ റേഷൻ കാർഡിലാണ് ഉണ്ടാകുക. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അഡ്രസ് പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 119 സർട്ടിഫിക്കറ്റ് മുഖാന്തരം അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ 119 സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നൽകിയതൊന്നും ഇതുവരെ റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിവരം. ഇനി ആധാർ കാർഡിലെ അഡ്രസ്സ് നമുക്ക് എളുപ്പത്തിൽ തിരുത്താവുന്നതാണ്. അതാണ് ഇന്ന് നോക്കുന്നത്. രാജ്യത്തെ ഓരോരുത്തരെയും ഏറ്റവും വലിയ രേഖയായിട്ട് ഇന്ന് ആധാർ കാർഡിനെ എല്ലാവരും കാണുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട രേഖയും ആധാർ കാർഡാണ്. ആധാർ കാർഡ് അടിസ്ഥാനത്തിലാണ് തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ ആ തുക ലഭിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ആധാറിലെ അഡ്രസ്സിന്റെ കാര്യവും. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്ക് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് ഉണ്ടാകും എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥിരീകരണ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് UIDAI നൽകുന്ന 12 അക്കം റാൻഡം നമ്പറാണ് ആധാർ നമ്പർ. ഇന്ത്യയിൽ താമസിക്കാരായ ഏതൊരു വ്യക്തിക്കും പ്രായവും ലിംഗവും പരിഗണിക്കാതെ ആധാർ നമ്പർ ലഭിക്കുന്നതിന് സ്വമേധയാ എൻറോൾ ചെയ്യാം. ആധാർ കാർഡിൽ വ്യക്തിയുടെ പേര്, ജനനതീയതി, വ്യക്തിയുടെ ലിംഗം, വിലാസം തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയിരിക്കും. ആധാർ കാർഡിലെ എല്ലാ വിശദാംശങ്ങളും കാലികമായിരിക്കേണ്ടത് നിർണായകമാണ്. പലപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നവരോ പുതിയ വീട് വാങ്ങുന്നവരോ അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. പഴയതും കാലഹരണപ്പെട്ടതുമായിട്ടുള്ള ഒരു രേഖ ചിലപ്പോൾ എല്ലാ സർക്കാർ പദ്ധതികളിലെയും ആക്സസ് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞേക്കാം. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പല ആളുകൾക്കും നഷ്ടപ്പെട്ടതുപോലെ ബാങ്ക് KYC, ആദായനികുതി, മറ്റ് പ്രധാന ജോലികൾ എന്നിവയെ എല്ലാം ഇത് ബാധിക്കുന്നതാണ്. ആധാർ കാർഡിലെ വീട്ടുവിലാസം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിനുള്ള പ്രക്രിയ ലളിതവുമാണ്. ഇത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI അടുത്തിടെ പുറത്തിറക്കിയ ആധാർ ആപ്പ് വഴി എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ആൻഡ്രോയിഡിലും iOSലും പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിൽ പുതിയ ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ആധാർ വിശദാംശങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉടനെ തന്നെ ആപ്പിൽ ദൃശ്യമാകും. ലോഗിൻ പൂർത്തിയായ ശേഷം ആപ്പിനുള്ളിൽ സേവനം എന്ന ഓപ്ഷൻ ലഭ്യമാണ്. അവിടെ ഉപയോക്താക്കൾക്ക് അവരുടെ വിലാസം മാറ്റാൻ ഓപ്ഷൻ ഉണ്ടാകും. ഇതിന് 75 രൂപ ഫീസ് ഈടാക്കും. കൂടാതെ 15 ദിവസത്തെ പ്രോസസ്സിംഗ് സമയവും ആവശ്യമാണ്. UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ഇക്കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. UIDAI.gov.in സന്ദർശിച്ച് നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുകയും എൻ്റെ ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും അപ്ഡേറ്റ് യുവർ ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്ത്
അപ്ഡേറ്റ് അഡ്രസ് ഇൻ യുവർ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തീകരിക്കാം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.